കാലഘട്ടത്തിൻ്റെ സുവിശേഷ ദീപങ്ങളാകുവാൻ ഇതാ അനേകം നവയുഗ വൈദികർ സമർപ്പണം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ ഇവരിതാ യാത്രയാകുന്നു. ഇത് OCD സഭാംഗവും ഇപ്പോൾ മിസോറാമിൻ്റെ മണ്ണിൽ മിഷണറി ശുശ്രൂഷകളും ചെയ്യുന്ന ഫാദർ ആന്റണി മേരി ക്ലാരറ്റ്. ഏറെ സങ്കീർണമായ മിസോറാമിലെ സഭയുടെ പ്രേക്ഷിത വേലകളെക്കുറിച്ചും തൻ്റെ വ്യക്തിപരമായ ദൈവവിളി അനുഭവങ്ങളും ആന്റണി അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ആന്റണി അച്ഛൻ്റെ മുഴുവൻ പേര് ഫാദർ ആന്റണി മേരി ക്ലാരറ്റ്. അച്ഛൻ OCD സഭാംഗമാണ് അല്ലേ? അച്ഛനിപ്പോൾ മിസോറാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് അച്ഛനെ ഒന്ന് കുറച്ചുകൂടെ പരിചയപ്പെടുത്താൻ. അച്ഛൻ്റെ വീട് എവിടെയാണ് അച്ഛൻ? നാട്ടിൽ, കേരളത്തിൽ? എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിൽ നാലുകോടി എന്ന സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അവിടുന്ന് ചാഞ്ഞോടി എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കുടുംബം മാറി താമസിക്കുകയാണ്. ഇപ്പോൾ ചാഞ്ഞോടിയിലാണ് താമസം? ഇപ്പോൾ ചാഞ്ഞോടിയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് അച്ഛൻ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മയും 3 സഹോദരിമാരും ഒരു ചേട്ടനും. ഞങ്ങൾ 5 മക്കളാണ് കുടുംബത്തിൽ. ബാക്കി സഹോദരങ്ങളൊക്കെ വിവാഹം കഴിച്ച്? ബാക്കി എല്ലാവരും വിവാഹം കഴിച്ചു. ഞാൻ 4ാമത്തെ ആളാണ്. എൻ്റെ ഇളയ സഹോദരിയും വിവാഹം കഴിച്ചു. ഞാൻ വൈദികനാകുവാനായി വന്നു. അച്ഛൻ എത്ര വർഷമായി വൈദികനായിട്ട്, ഇപ്പം അച്ഛനായിട്ട് പട്ടം സ്വീകരിച്ചിട്ട്? കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി 5 വർഷം തികഞ്ഞു. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ 5 വർഷം കഴിഞ്ഞ അടുത്ത മാസത്തിലേക്ക് കയറി. അതെ അതെ. അച്ഛനെ എങ്ങനെയാണ് ഇങ്ങനൊരു വൈദികനാവാനുള്ള ഒരു ആഗ്രഹം തോന്നിയതും വൈദികനാവാൻ തീരുമാനിച്ചതൊക്കെ എങ്ങനെയാണ്? ഓർമ്മ ഒന്ന് പറയാൻ പറ്റും? വൈദികനാകാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് കത്തോലിക്കനാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ കത്തോലിക്ക വിശ്വാസം യഥാർത്ഥത്തിൽ എനിക്ക് ലഭിച്ചത് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് തന്നെയാണ്. കാരണം അവർ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുള്ളവരും വിശുദ്ധരിൽ വിശ്വാസമുള്ളവരും ഈശോയെ സ്നേഹിക്കുന്നവരുമാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നത് വിശുദ്ധരിൽ കൂടുതൽ വിശ്വാസം കണ്ടെത്തി. കാരണം ക്രിസ്തുവാണ് അനുഗ്രഹം കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് അറിവില്ലായിരുന്നു. പലപ്പോഴും നാട്ടിൽ നേർച്ച തെണ്ടിക്കൊണ്ടുപോകുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും എൻ്റെ എൻ്റെ ഇരട്ട സഹോദരിയും ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ജ്ഞാനസ്നാനത്തിനൊക്കെ ശേഷം അമ്മ പറയാറുണ്ട്, അന്ന് ഞങ്ങൾ നിന്നെ കൊണ്ടുപോയത് കൊണ്ട് ആ സമയത്ത് ഈശോ നിന്നെ അന്നേ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് മാത്രം വിശ്വാസവും എൻ്റെ ഇരട്ട സഹോദരിക്ക് ആ വിശ്വാസം ഇല്ലാതെ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പാറയ മാതാവെന്നും വിളിക്കുന്ന ഒരു അമ്മയാണ് എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ വിശ്വാസം ഞാൻ നടന്ന എൻ്റെ സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാവുന്നു, വിശുദ്ധർ മാധ്യസ്ഥം അപേക്ഷിക്കും, പക്ഷേ ഈശോയാണ് അനുഗ്രഹം തരുന്നത്. അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഈശോയാണെന്ന് മനസ്സിലാകുന്നു. പിന്നെ ഒരു പെന്തക്കോസ്ത് സഹോദരനിലൂടെ ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുമ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാതെ വന്നപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ ഉള്ള സഭയിൽ ചേരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അന്വേഷിച്ചു. ഒരുപാട് അന്വേഷണത്തിന് ശേഷം 1996 ഞാൻ പോട്ട ഡിവൈൻ ആശ്രമത്തിൽ പോയി ധ്യാനത്തിന് പങ്കെടുത്തു. അപ്പോൾ ധ്യാനത്തിന് പങ്കെടുത്തു. ആ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഞാൻ പലതവണ എഴുന്നേറ്റു ഇരിക്കും, അങ്ങനെ ഒരു സമയമായിരുന്നു. അതിനുശേഷം ആ സമയത്ത് ഇടവ വികാരി അച്ഛനോട് ചോദിക്കണം എന്ന് ആരോ എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. എനിക്കൊരു വെളിപാട് പോലെ അങ്ങനെ തോന്നുകയാണ്. ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കായിരുന്നു ഇടവ വികാരി എന്നുള്ളത്. എന്നാൽ അതിന് ശേഷം രാത്രിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് ഞാൻ ചോദിച്ചെന്താണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ വികാരിയച്ഛൻ ജ്ഞാനസ്നാനം തന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ധ്യാനത്തിന് ശേഷം അന്നുണ്ടായിരുന്ന വികാരിയച്ഛനെ എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്ന ഫാദർ ആന്റണി ചേക്കാത്തറയെ പോയി കാണുകയും അദ്ദേഹം വേണ്ട ഉപദേശങ്ങൾ തരികയും 5 മാസത്തോളം പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ 1997 ഓഗസ്റ്റ് 15 ജ്ഞാനസ്നാനം നാലുകുടി പള്ളിയിൽ വെച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ധ്യാനം കഴിഞ്ഞ് വരുന്ന സമയങ്ങളൊക്കെ വചനങ്ങൾ പറയുകയും വചനത്തിലൂടെ മാത്രമേ ഉത്തരം പറയുകയും ചെയ്യുമെന്നൊരു പ്രകൃതം ആ സമയത്ത് തുടങ്ങി. അപ്പോൾ ഒരു സഹോദരൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ വചനം പറയുകയാണെങ്കിൽ ഒരു വൈദികനാകുന്നത് കൂടുതൽ നന്നായിരിക്കുമെന്ന്. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെ ഞാനൊരു ഒരാളിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും ഈ ആഗ്രഹം സാധിക്കില്ല, കാരണം ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണ് താൻ ആഗ്രഹിക്കുന്നത്, മനസ്സിൽ നിന്ന് മാറ്റണമെന്നാണ്.
അപ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒത്തിരി വേദനയോടുകൂടി കരഞ്ഞു എന്ന് തന്നെ സത്യം പറയാം. അപ്പോൾ മനസ്സിലൊരു തീരുമാനം വരികയാണ്, അദ്ദേഹമല്ലേ പറഞ്ഞത് ഈശോ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ, ഒന്ന് പരിശ്രമിക്കാമെന്ന്. ആ ഒരു അഭിപ്രായം പോസിറ്റീവായിട്ട് ഞാൻ എടുത്തതുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ടുള്ള 70ഓളം സെമിനാരികളിൽ ഞാൻ മുട്ടുകയും ഞാൻ എഴുതുകയും ഫോൺ ചെയ്ത് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം 1999 നിഷ്പാദക കർമ്മലീത്ത സഭ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ സഭയുടെ സൗത്ത് കേരള പ്രൊവിൻസിൻ്റെ അമ്പലപ്പുഴയിലുള്ള ഫിലോസഫി കോളേജിൽ ഞാൻ ചേരുകയും അവിടെ ചെല്ലുന്ന സംസാരിച്ച് അങ്ങനെ സെമിനാരി ജീവിതം തുടങ്ങുകയാണ് ചെയ്തത്. ഒത്തിരി ഒത്തിരി സന്തോഷം. കാരണം ഞാൻ അച്ഛൻ വൈദികനായി എന്നുള്ളത് മാത്രമല്ല, അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപക്ഷെ ആരും നിർബന്ധിച്ചിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിലല്ല. ഒരുപക്ഷെ മാതാപിതാക്കൾ ഇന്ന് കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു കാര്യം, മാതാവിനോട് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്. മാതൃ മധ്യസ്ഥത്തിലുള്ള, അതായത് പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ദേവാലയങ്ങളിൽ, തീർത്ഥാടന സ്ഥലങ്ങളിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ എല്ലാവരും ഒരു സ്നേഹത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ മാതാപിതാക്കളിലൂടെ അങ്ങനെ ഒരു സ്നേഹം മനസ്സിലാക്കുകയും അത് അച്ഛനെ കുറേ കൂടി ആ സ്നേഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. അച്ഛൻ തന്നെ അന്വേഷിച്ചു പോയതാണ്, തന്നെ കണ്ടുപിടിച്ചതാണ് ഇതെല്ലാം. വളരെ കേൾക്കുമ്പോൾ ഏറെ സന്തോഷം അച്ഛൻ. ഞാൻ ഒരു കാര്യം അച്ഛൻ പറയാൻ ശ്രമിച്ചല്ലോ, അച്ഛൻ ഈ ഒത്തിരി സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്ന് 70 സെമിനാരികളിൽ അന്വേഷിച്ചിട്ടാണ് അച്ഛന്. തീർച്ചയായിട്ടും എനിക്കത് അച്ഛൻ പറയുമ്പോഴും അതെന്തുകൊണ്ടായിരിക്കാം എന്ന് ഞാനും മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാൻ കൂടുതൽ പരിമിതികളുണ്ടെങ്കിലും എങ്കിലും എൻ്റെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴൊന്നും മടുപ്പ് തോന്നിയില്ലേ? ഇത് എന്തിനീ പരിപാടിക്ക് പോകണോ, ഇട്ടിട്ട് പോയാൽ കൊള്ളാൻ തോന്നിയില്ലേ? കാരണം അതിൻ്റെ പിന്നിലുള്ളത് അന്ന് ആ സഹോദരൻ പറഞ്ഞ ആ വാക്കാണ്, ഒരിക്കലും നിനക്കത് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈശോ അങ്ങനെ ഈശോ അങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ, അപ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്നപ്പോൾ ഒരു വാതിൽ അടയുമ്പോൾ അടുത്ത വാതിൽ എനിക്ക് പോലും യഥാർത്ഥത്തിൽ ഒരു സെമിനാരി അറിയില്ലായിരുന്നു. എങ്ങനെയാണ് അഡ്രസ്സ് കിട്ടിയെന്നും എനിക്കറിയില്ല. പഴയ മഗസിനുകളിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടുത്തി ഒരുപക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്നുണ്ടായിരുന്ന അച്ഛൻ മരിച്ച് സ്വർഗത്തിലെത്തിയിരിക്കും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവൻ മാറിയതാണ്. എങ്കിൽ പോലും അവിടുന്ന് ആരെങ്കിലും പറയും ഇവിടെ അടുത്ത് വേറെണ്ണമുണ്ട്, അന്ന് അവിടെ നിന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് ഫോൺ ചെയ്യുന്നു, കത്തുകൾ അയക്കുന്നു, പോയി ചെന്ന് കണ്ട് സംസാരിക്കുന്നു. അങ്ങനെ അവസാനം കിട്ടുന്നില്ലെന്ന് പറയുമ്പോഴും എനിക്ക് ആഗ്രഹം കൂടിയിരുന്നു. എങ്ങനെയെങ്കിലും എനിക്കൊരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം കൂടുതൽ വന്നു. അങ്ങനെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു ഈ 2 വർഷക്കാലം. എന്തായാലും ഒരു വാതിൽ അടഞ്ഞാലും മറ്റൊരു വാതിൽ തുറക്കപ്പെടും എന്നുള്ളൊരു പ്രത്യാശയും, അപ്പോൾ ഈശോയോടുള്ള ഒരു സ്നേഹമാണ് അച്ഛനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് വളരെ കൃത്യമാണ്. അച്ഛന് എങ്ങനെ ഈ വൈദികനായ ഒരു അനുഭവം, കാരണം ഇത് അന്വേഷണത്തിനൊടുവിൽ സെമിനാരിയിൽ ചേരുന്നു, OCD സഭയിൽ, കർമ്മലിത്ത സഭയിൽ ഒരു നേരെ നാളത്തെ പരിശീലന കാലഘട്ടത്തിന് ശേഷം ഒരു വൈദികനായപ്പോൾ ആ ദിവസം അല്ലേ 5 വർഷം മുമ്പ് ഡിസംബർ 27 അച്ഛൻ്റെ ഓർമ്മയിൽ അന്ന് എന്തായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ തോന്നിയത് അച്ഛൻ? ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. കാരണം ഒരു യോഗ്യത ഇല്ലായിരുന്നിട്ടും ഈ ചെളിയിൽ കിടന്ന് എന്നെ കർത്താവ് എടുത്തുകൊണ്ട് പോയി ഏറ്റവും പരമോന്നത സ്ഥാനം തന്നുവല്ലോ. അപ്പം അത് ശരിക്കും യോഗ്യനല്ലാത്ത എനിക്ക് തമ്പുരാൻ തന്നെന്നുള്ള സങ്കടമാണ്, സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. അത്രമാത്രം കർത്താവ് സ്നേഹിക്കുന്നല്ലോ എന്നുള്ള ആത്മനിർവൃതിയാണ് എനിക്കെപ്പോഴും ഉള്ളത്. ഓരോ വർഷം കഴിയുന്തോറും കർത്താവ് ഇവിടെ വരെ എത്തിച്ചല്ലോ എന്നുള്ള വളരെ ആഴമേറിയ സന്തോഷം. കാരണം ഈ വൈദികനാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പല വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴും നഷ്ടപ്പെടാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ എല്ലാ ദിവസവും കണ്ണുനീരോടുകൂടി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചെളിയിൽ കിടന്ന് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു, ഇനി എന്നെ വൈദികനാക്കാതെ വിടരുതേ, ഞാൻ പോകില്ല എന്ന് ഞാൻ ഉറപ്പോടുകൂടി പറയുമായിരുന്നു. അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ മാറത്തില്ല എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിലും പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് സഹായിച്ചായിട്ട് എനിക്ക് പല അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ഇന്ന് തന്നെ ദൈവവിളി നശിച്ചു പോകാവുന്ന രീതിയിൽ വരുന്ന സമയത്തും പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ സാഹചര്യം മുഴുവൻ മാറ്റി കൊണ്ടുപോയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് എനിക്ക് പട്ടം തന്നാണ് ഞാൻ പലരോടും പറയാറുള്ളത്. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, ജപമാല ഭക്തിയോടുകൂടി ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഇതുപോലെ ഇരിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹവും കൂടുതൽ ബഹുമാനം തോന്നുകയാണ്. എൻ്റെ അടുത്തൊരു ചോദ്യം തന്നെയാണ് അച്ഛൻ ഇപ്പോൾ ഉത്തരം പറഞ്ഞു പോയത്. കാരണം
ഞാൻ അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന്, ഒരു പെന്തക്കോസ്ത ആളിലൂടെ ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞെങ്കിലും മാതാവിനെക്കുറിച്ച് പറയാത്തൊരു സ്ഥലം വേണ്ട, മാതാവുള്ള സഭ മതി എനിക്ക് എന്നുള്ളൊരു അന്വേഷണം. അതിനുശേഷം പറയുന്നിടത്തെല്ലാം മാതാവിൻ്റെ ഒരു മാധ്യസ്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു മാതാവാണ് ഏറ്റവും കൂട്ടായിരുന്നത്, ദൈവവിളിയുടെ ഒരു സംരക്ഷണത്തിൽ പോലും മാതാവാണ് ഏറ്റവും തുണയായിരുന്നെന്ന് പറയുന്നു. അച്ഛന് മാതാവിനെക്കുറിച്ച് എന്തെങ്കിലും കൂടെ പറയാൻ ഇങ്ങനെ ഊങ്ങി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനൊന്ന് പറയാം. അല്ല, ഞാനെപ്പോഴും ആൾക്കാരോട് പറയാറുള്ളതാണ്, ഒരു വൈദികനാകുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അവൻ പരിശുദ്ധ അമ്മയുടെ പക്കൽ ചെന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ കൈപിടിച്ച് അനുഗ്രഹിച്ച് മകൻ്റെ പൗരോഹിത്യം കൊടുക്കുമെന്നതിൽ യാതൊരു തർക്കമില്ലെന്നുള്ളതാണ്. കാരണം പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈശോയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് പല പല അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പലരോടും പറയാറുള്ളത്, സെമിനാരിക്കാരെ കാണുമ്പോഴും പറയാറുള്ളത്, ജപമാല ഒരിക്കലും ഉപേക്ഷിക്കാതെ എല്ലാ ദിവസവും ഭക്തിയോടുകൂടി ചെല്ലുക, ബാക്കി അമ്മ ശരിയാക്കി തന്നോളും, ബാക്കി കാര്യങ്ങൾ സമാധാനത്തിൽ അമ്മ ചെയ്ത് തന്നോളൂ എന്നാണ് പറയുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ ഉറപ്പിൽ നിന്നാണ്. കാരണം ഇപ്പം നഷ്ടപ്പെടാൻ പല പല കാനോനിക്കൽ തടസ്സങ്ങൾ, അല്ലാതെയുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വന്നപ്പോഴും നഷ്ടപ്പെടാമായിരുന്നു. പലരും അത് തീരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്മ അവിടെ വന്ന് പുതിയ പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന്, പുതിയ സാധ്യതകൾ ഒരുക്കി തന്ന്, എനിക്ക് വേണ്ടി മാത്രമായിട്ട് ചില നിയമങ്ങൾ പോലും ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ എനിക്ക് വളരെ വ്യക്തമാണ്, അമ്മ തന്നെ ചെയ്തു തന്നതാണ്, വേറെ ആരും അല്ല എന്നുള്ളതുകൊണ്ട്. അച്ഛനത് വീണ്ടും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷേ വൈദികനാവുന്നവർ മാത്രമല്ല, എല്ലാ ദൈവവിളികൾക്കും ഏറ്റവും വലിയൊരു ആശ്രയം വയ്ക്കാവുന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് തോന്നുന്നു. അച്ഛാ, ഒടുവിൽ ഈ പരിശീലന കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? അത്ര എളുപ്പമല്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു ശീലമില്ലാത്തൊരു കാര്യത്തിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അത് ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു. കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നുവല്ലോ. കാരണം വിശ്വാസം സ്വീകരിച്ച് വന്ന ഞാൻ എങ്ങനെ വിശ്വാസത്തിൽ തുടരുമോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ശരിയായതാണോ, അഭിനയമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള സമയങ്ങളും ഒക്കെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ സഹായിക്കാനുള്ളത് എനിക്ക് പരിശുദ്ധ അമ്മ തന്നെ ആയിരുന്നു. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ അമ്മയും അച്ഛനും, അമ്മ മരിച്ചതിന് ശേഷം അമ്മയെ, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് മനസ്സിലാക്കിയതായിട്ട് ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെയും അമ്മയും അച്ഛനും ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ അവരെ എൻ്റെ അമ്മയും അച്ഛനുമായിട്ട് സ്വീകരിച്ച പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവിനും ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവങ്ങൾ വന്നാലും ഞാൻ ചിലപ്പോൾ 3 മണിക്കാണ്, ചിലപ്പോൾ 4 മണിക്കായിരിക്കാം ചെന്ന് അപേക്ഷിക്കുന്നവരോടായിരുന്നു. അപ്പം ഒരുപാട് തെറ്റിദ്ധാരണകളോട്, അത് ശരിക്കും സന്യാസ സഭയിൽ സഫറിങ് ഉണ്ട്. അത് ഒരാളെ കൊല്ലാൻ വേണ്ടി, ഒരു നെഗറ്റീവ് അല്ല, മറിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴം ഉണ്ടായി നല്ല ദൈവവിളി ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുണ്ട്. അപ്പോൾ സന്യാസത്തിൽ സഹനം എന്ന് പറയുന്നത് അനിവാര്യമാണ്, ഭാഗമാണ്. സഹനത്തിലൂടെ വരുന്ന ദൈവവിളികൾക്കൊക്കെ പിന്നീട് ഒരുപാട് ശോഭിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അന്ന് ബുദ്ധിമുട്ട് തോന്നുമായിരുന്നെങ്കിലും അതൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നു. അന്ന് വേദനയുണ്ടായിരുന്നു എങ്കിലും അമ്മ അതൊക്കെ മാറും എന്നുള്ള ഒരു ഉറപ്പ് എപ്പോഴും ഉള്ളിലിരുന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെ കാരണം സാധാരണ സെമിനാരിക്കാരെ പോലെ ഒരു പ്രശ്നം വന്നാൽ ഭവനത്തിൽ ഇരുന്ന് പറയുവാനോ മാതാപിതാക്കന്മാരോ സംസാരിക്കുവാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ഞാനിങ്ങനൊരു സംഭവം എൻ്റെ ഭവനത്തിൽ പറയുകയാണെങ്കിൽ അവർ പറയുന്നത്, ഇത് പോകണ്ടെന്ന് പണ്ടേ പറഞ്ഞതാണ്, അപ്പം തിരിച്ചു പോരുന്നതാണ് നല്ലത്, ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനൊരു സഹായം വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ആ വാക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് യേശുവിന് വേണ്ടി മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ 100 ഇരട്ടി ലഭിക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ ഉപേക്ഷിച്ചുവെങ്കിലും എനിക്ക് 100 ഇരട്ടിയല്ല 400 ഇരട്ടി മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും കർത്താവ് ഇപ്പോൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അന്ന് അനുഭവിച്ച പ്രയാസവും വേദനയൊക്കെ ഇന്ന് നന്മയായിട്ട് മാറിയിരിക്കുകയാണ്. അന്ന് വേദനയിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ ഒത്തിരി പേർക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. വലിയ അനുഗ്രഹമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം അന്ന് സഹനങ്ങളെ സ്നേഹിക്കാതിരുന്നെങ്കിൽ, സഹനങ്ങളെ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എനിക്കിന്ന് വൈദ്യനാകുവാൻ സാധിക്കില്ലായിരുന്നു. അന്ന് സ്നേഹത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് അമ്മ പഠിപ്പിച്ചതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു, അങ്ങനെ ആകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അച്ഛൻ പറയുമ്പോൾ തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യം അല്ലെങ്കിലും കേൾക്കുമ്പോൾ തന്നെ എത്ര മനോഹരമാണ്. സഹനം, സന്യാസ ജീവിതത്തിൽ സഹനം അതിൻ്റെ അനിവാര്യതയാണ്, അതിൻ്റെ ഭാഗമാണ്. സഹനത്തിലൂടെ രൂപപ്പെടുന്ന ദൈവവിളിക്ക് കൂടുതൽ ശോഭിക്കാൻ പറ്റുമെന്നുള്ള വാക്കുകൾ തന്നെ, അച്ഛൻ്റെ വാക്കുകൾ തന്നെ എത്ര മനോഹരമാണ്. അത് പക്ഷേ അതാണ് അച്ഛനെ മുന്നോട്ട് ഇപ്പോഴും നയിക്കുന്നത്.
എളുപ്പമല്ലല്ലോ ഒരാൾക്ക് വീട്ടിലുള്ളവരും ബാക്കി എല്ലാവരും മറ്റൊരു വിശ്വാസ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വിശ്വാസം ധൈര്യപൂർവ്വം സ്വയം ഏറ്റെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ അച്ഛൻ ഇന്നും ആ സഹനത്തിൻ്റെ വഴി തുടരുകയാണ്. അച്ഛൻ ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു വളരെ മറ്റു സഹനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്ത്. സഹനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ എത്തിപ്പെടാൻ തന്നെ വളരെ പ്രയാസമുള്ള ഒരു പ്രദേശമാണ് മിസോറാം. മിസോറാമിൽ ഐസ്വാളിൻ്റെ അവിടുന്ന് ഏകദേശം 7 കിലോമീറ്ററോളം പോകണമെന്നാണ് അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അത്ര എളുപ്പമുള്ള സ്ഥലമല്ലല്ലോ അച്ഛാ. എന്താണ് അവിടുത്തെ ഒരു ദൈവം അങ്ങോട്ട് വിളിച്ചതിനെക്കുറിച്ചും അവിടെ ഏൽപ്പിച്ചതിനെക്കുറിച്ചും അച്ഛൻ്റെ ഒരു ഇതെന്താണ് അച്ഛൻ? യഥാർത്ഥത്തിൽ വൈദ്യൻ്റെ പരിശീലന സമയത്തൊക്കെ മിഷൻ പ്രദേശത്ത് പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ ഒരുപാട് ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന കേൾക്കുമ്പോൾ എനിക്ക് അവിടെ പോകാനായിട്ട് ഉള്ളിൽ ഇങ്ങനെ വിളിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ടാകുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് മിഷനിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ നിഷ്പാദക കർമ്മലിത്ത സഭയുടെ സൗത്ത് കേരള പ്രൊവിൻസിൻ്റെ ഭാഗമാണ് മിഷനിലെ നോർത്ത് ഈസ്റ്റ് മിഷൻ എന്ന് പറയുന്നത്. അവിടേക്ക് പോകാനായിട്ട് വൈദികനായതിനു ശേഷം 1 വർഷത്തിന് ശേഷം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അന്നത്തെ അധികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സേവ്യർ ജയരാജൻ പറഞ്ഞെങ്കിലും എനിക്ക് പോകാൻ മടി ചില കാരണത്താൽ തോന്നിയെങ്കിലും അച്ഛൻ അന്നൊരു വാക്ക് പറഞ്ഞത്, ഞാൻ കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കും, അതുകൊണ്ട് അച്ഛൻ അവിടെ തന്നെ വരും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചോളൂ, മാതാവിനോടല്ലേ സംഭവിക്കുമെന്ന് പറഞ്ഞു. 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ തീവ്രമായ ആഗ്രഹം അങ്ങോട്ട് പോകണമെന്നും അങ്ങനെ മിഷനിലേക്ക് പോവുകയാണ്. മിഷനിൽ ചെന്നതിന് ശേഷമാണ് മിസോറാം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ സ്ഥലമെടുക്കുന്നതും അവിടേക്ക് പോകുവാനായിട്ട്. യഥാർത്ഥത്തിൽ ഗുവാഹട്ടിയിൽ നിന്നും 27 മണിക്കൂറോളം സുമോയിലിരുന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സ്ഥലത്ത് എത്തുകയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ആ വഴികൾ തന്നെ വളരെ വളഞ്ഞു പോകുന്നതും റോഡുകൾ മുഴുവൻ കുണ്ടും കുഴികളും തന്നെ. ഒരു 2 മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ നമ്മൾ മടുക്കും. ആദ്യത്തെ യാത്ര ഗുവാഹട്ടിയിൽ നിന്ന് 27 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഗുവാഹട്ടിയിൽ ചെന്ന് ഞങ്ങളുടെ ഷില്ലോങ്ങിലൊരു ഭവനത്തിൽ താമസിച്ചതിന് ശേഷമേ പോകാൻ പറ്റും, ഡയറക്റ്റായിട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന അപ്പം ഈ യാത്ര ഒരുപാട് ദുഃഖം ഒത്തിരി ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞ് പാവങ്ങളായ മക്കളെ കണ്ടപ്പോഴേക്കും എൻ്റെ വിഷമങ്ങളെല്ലാം മാറി. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ പള്ളി കർമ്മല മാതാവിൻ്റെ പള്ളിയും തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു മാതാവ് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ കണ്ട് ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ എനിക്ക് നടുവിന് കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ ഇതാണ്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്, അമ്മ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ സഹിക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ശുശ്രൂഷ തുടങ്ങുകയാണ്. അപ്പോൾ ജീവിത രീതിയിലും ആഹാരക്രമത്തിലൊക്കെ ഒരുപാട് വ്യത്യാസവും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പലപ്പോഴും നല്ല ആഹാരമൊന്നും ലഭിക്കാത്തൊരു സ്ഥലം കൂടെയാണ്. അവിടെയൊക്കെ സന്തോഷത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഭക്തിയുമാണെന്ന്, അതാണ് എന്നെ അവിടെ വരെ നയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മനസ്സിൽ നല്ല സന്തോഷമാണ്. പലരും ചോദിക്കാറുണ്ട്, അച്ഛന് സുഖമാണോ? അപ്പോൾ ഞാൻ പറയും, സുഖമല്ല, പക്ഷേ സന്തോഷമാണ്. കാരണം സുഖത്തെക്കാട്ടിലും നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ സന്തോഷമാണ്. അത് കർത്താവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. അത് തമ്പുരാൻ അനുഗ്രഹിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. കാരണം അവിടെ ചെന്നപ്പോൾ, മിസോറാമിൽ ചെന്നപ്പോൾ ഉള്ള ശക്തികളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയുമായിരുന്നു എന്ന് അച്ഛൻ പറയായിരുന്നു. മാതാവിനോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ, ആദ്യം അച്ഛൻ പറഞ്ഞപ്പോഴും പോട്ടയിൽ ധ്യാനം കൂടാൻ നേരത്തെ കുർബാന കൂടാൻ എഴുന്നേക്കും. അപ്പോൾ ഒരു ആഗ്രഹമാണ് ഉള്ളിൽ. ഇന്ന് ആ വിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, സ്വന്തമാകുമ്പോൾ, അത് പരികർമ്മം ചെയ്യുന്ന ഒരാൾ കൂടിയായി മാറുമ്പോൾ എന്താ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാനുള്ളത് അച്ഛൻ? ശരിക്കും സഭ പഠിപ്പിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. നമ്മളെപ്പോഴാണോ ക്രിസ്തുവിനെ മറന്ന് വിശുദ്ധ കുർബാനയെ മറന്ന് ജീവിക്കാൻ തുടങ്ങുന്നത്, ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും അസമാധാനവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. എന്നാൽ ഈശോയിൽ വിശ്വസിച്ച് ഈശോയോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാവുമെങ്കിലും കർത്താവ് തന്നെ നമുക്ക് സഹായകരെ അയച്ചു തരുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഓരോ സമയത്തും ഓരോ വിശുദ്ധ വലിയ അർപ്പണത്തിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അത് തന്നെയാണ്, നമ്മുടെ കേന്ദ്രമായ ഈശോന് മാറാതെ ജീവിക്കണമെന്നുള്ളതാണ്. ഈ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന അതിനുള്ള ശക്തിയാണ്. അച്ഛൻ പറയുന്നത് പൂർണ്ണമായിട്ടും വളരെ പ്രധാനപ്പെട്ട സഭയുടെ ഒരു കാഴ്ചപ്പാടും പഠനവുമാണ്. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സെമിനാരിയിലാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. അച്ഛൻ ഇങ്ങനെ മറ്റൊരു വിശ്വാസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് എന്തുമാത്രം ഇതിനകത്ത് താഴെപ്പെടുന്നു, എന്തുമാത്രം അതിനകത്ത് നിലനിൽക്കാൻ പോകുന്നു. എങ്ങനെയാണ് അച്ഛ, തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയും മാതാവിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു, എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുന്നത്, നിലനിൽപ്പിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ അച്ഛനെ?
നിലനിൽപ്പിന് തീർച്ചയായിട്ടും വേണ്ട പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കാര്യം സാധിക്കില്ല, പ്രത്യേകിച്ചും വൈദികനാകാൻ സാധിക്കില്ല. കാരണം വൈദികനെന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. ഏത് സമയത്തും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും കർത്താവ് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആ ഒരു വചനം പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ചും വൈദികനാകുമ്പോൾ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യേണ്ട വ്യക്തി ആയതുകൊണ്ട് അതെന്താണ് പരികർമ്മം ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ അന്തസ്സത്ത എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ലളിതമായ വിശ്വാസത്തിൽ പറഞ്ഞാൽ എന്നെ രക്ഷിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും എൻ്റെ പാപങ്ങൾ മോചിക്കുവാനും തക്ക കഴിവുള്ള ആ ദൈവമാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് വേറെ ഉണ്ടാകാനില്ലെന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിലും എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനാണ് എനിക്ക് വേണ്ടി അപ്പമായി മാറിയെന്നുള്ള വിശ്വാസം വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥന വളരുവാനും അതും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ആഴപ്പെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി പ്രാർത്ഥനയാണ്. ഓരോ വൈദികനും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ അച്ഛനോട് എൻ്റെ മറ്റൊരു ചോദ്യം, അച്ഛന് ഇന്ന് ഇപ്പോൾ ഇത്രയും 5 വർഷമായി വൈദികനായി ജീവിക്കുന്നു. ഒരു മിഷൻ പ്രദേശത്താണ്. ഞാൻ തിരിച്ച് മിസോറാമിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് പരമ്പരാഗതമായി ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളെക്കാൾ വളരെ തീക്ഷ്ണമതികളാണ് ആഗ്രഹിച്ച് അന്വേഷിച്ച് നടന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർ. പ്രത്യേകിച്ച് മറ്റൊരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവരങ്ങനെ അന്വേഷണത്തിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു തീക്ഷ്ണതയുണ്ട്. ഇന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ കണ്ടുമുട്ടുന്ന ആളുകളുടെ ഇടയിൽ, അത് മിസോറാം മാത്രമല്ല, ഞാൻ പറയും എവിടെയായിരുന്നാലും ഈ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അച്ഛന് ആഗ്രഹം, അതെങ്ങനെ സാധിക്കുന്നു, എന്താ അച്ഛന് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അത് ശരിക്കും ഉണ്ട് എന്ന് തന്നെയാണ് പറയാം. കാരണം പലപ്പോഴും പല വ്യക്തികളെയും കാണുമ്പോൾ ഇങ്ങനൊരു വൈദികനാണല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ കൈമുത്തുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ള കഴിവല്ല, കർത്താവിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചല്ലോ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകുമ്പോൾ, അത് കർത്താവ് കൊടുക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ തോന്നുമ്പോൾ അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ക്രിസ്തുവിനെ എന്നിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതിനും നമുക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാത്രമാണ്. പ്രാർത്ഥനയോടൊപ്പം ജപമാലയും ചേർത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. പലപ്പോഴും പലരുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ പലരും പറയുന്ന ഭയങ്കര അനുഗ്രഹമായിട്ട് പറയാറുണ്ട്. കാരണം ഈ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇടപെടലുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ പല സ്ഥലത്തും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് കർത്താവ് എനിക്ക് തന്നെ തന്ന അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടെ അതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛന് മുൻപ് ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയായിരുന്നു, ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട വചനം ഇങ്ങനെ കോട്ട് ചെയ്ത് പറയാനും വചനത്തിൻ്റെ ഇതും ഒറ്റ ചോദ്യം ഇതാണ്, അച്ഛനെ സ്വാധീനിച്ച ഒത്തിരി വചനങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ വർത്തമാനം പറയുമ്പോൾ തന്നെ വചനം ഒഴുകി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. എങ്കിലും ഏറ്റവും സ്വാധീനിച്ച തിരുവചനങ്ങളിലൊന്ന് പറയാമോ ബൈബിളിൽ? ശരിക്കും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് ജെറമ്യാ പ്രവാചന പുസ്തകം 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ളതാണെന്ന്. അപ്പോൾ ഈ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നപ്പോഴും ആദ്യം തന്നെ ഞാനിത് ഇങ്ങനൊരു മാറ്റത്തിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനമായിരുന്നു. അത് വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ മാറ്റങ്ങൾ എൻ്റെ നാശത്തിനല്ല നന്മയ്ക്കാണെന്നുള്ളൊരു ബോധ്യം തന്നെ കർത്താവ് തന്നെ എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങൾ, ഓരോ മാറ്റങ്ങൾ, സെമിനാരി ചേരുന്നു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സെമിനാരി ചേരുന്നു, ഈ സമയത്തൊക്കെ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചപ്പോഴും ആ നഷ്ടങ്ങളൊന്നും എൻ്റെ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ഉതകുന്നതാണെന്ന് തമ്പുരാൻ മനസ്സിലാക്കി തന്നു. വൈദികനായതിനു ശേഷം എനിക്ക് ഉറപ്പാകുന്നു ഈ വചനം തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. വൈദികനാക്കുവാനായിട്ട് എന്നെപ്പറ്റി ഒരു പദ്ധതി കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തിലെ പദ്ധതി എന്ന് പറയുന്നത് ഞാനൊരു വൈദികനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർക്കുവാനുള്ളത് കർത്താവിൻ്റെ എല്ലാ പദ്ധതിയും നേരത്തെ ഉള്ളതാണെന്നുള്ളതും അത് എൻ്റെ നന്മയ്ക്കുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ ആദ്യം മുതൽ ഈ ഒരു എപ്പിസോഡിൽ പങ്കുവെച്ച കാര്യങ്ങൾ ഓരോന്നും, കാരണം അച്ഛൻ്റെ ഒരു ജീവിതാനുഭവം, അച്ഛൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം മറ്റൊരു വിശ്വാസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എങ്കിലും മാതാപിതാക്കൾ ആ ഒരു വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് അച്ഛനെ നടത്താൻ കാരണക്കാരായി. ഒടുവിൽ അച്ഛൻ കൂടുതൽ അന്വേഷിക്കുകയും ശരിയായ സത്യത്തെ ക്രിസ്തുവിനെ കണ്ടെത്തുകയും ചെയ്തു. അതാണ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് അച്ഛനെ എത്തിച്ചത്. എളുപ്പമല്ല. ബാക്കി എല്ലാവരും ഇന്ന് മറ്റൊരു വിശ്വാസ ജീവിതം ജീവിക്കുമ്പോഴും കുടുംബാംഗങ്ങളെല്ലാം ജീവിക്കുമ്പോഴും
ധൈര്യപൂർവ്വം മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്നു. അച്ഛൻ്റെ ഓരോ പങ്കുവെക്കലുകളും ഈ ഒരു എപ്പിസോഡിൽ വളരെ വളരെ ഹൃദ്യമായിരുന്നു. വളരെ മനോഹരമായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് നടന്ന വഴികളെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നത്, ഒരു വൈദികൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ആളാകണം, പ്രാർത്ഥനയുടെ വൈദികനാവണം. എന്നും പ്രാർത്ഥനയുടെ വൈദികനാവാൻ അച്ഛന് സാധിക്കട്ടെ. അച്ഛനെ ഏറ്റവും സ്വാധീനിച്ച വചനം പോലെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ അച്ഛന് സാധിക്കട്ടെ. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, കാരണം അച്ഛനൊരു പാട്ടുകാരനാണ്, അത് ദൈവം തന്ന ഒരു പ്രത്യേക സമയത്ത് തന്ന ഒരു സിദ്ധിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കണം. ശാലോം ടി വിയിലെ ഈ ജോഷുവ എന്ന പ്രോഗ്രാമിലെ അച്ഛൻ്റെ സാന്നിധ്യത്തിന്, ഈ ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.